എന്തൊക്കെ അറിയിച്ചിരിക്കുന്ന അശോക, നീ മാത്രമാണോ ഇവിടെ എല്ലാരും പെട്ടിരിക്കല്ലേ? പോലീസ് കേസൊക്കെ പേടിയാ, എന്താ പേടിയാ. റീസെൻ്റ്ലി ഇറങ്ങിയ ഫിലിംസിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫിലിമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. സോ അതിൽ ഡയറക്ടർ ഓരോ ആക്ടേഴ്സിനും കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ബട്ട് അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കലാരഞ്ജിനി മാമാണ്. പുള്ളിക്കാരുടെ യൂണീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് ഓൾസോ ആ ഒരു വോയിസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ്. സോ ആ ഒരു വോയിസ് എന്താ പറ്റിയെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ബാക്ക് ഇൻ ദ ഡേയ്സ് ഒരു ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫിലിമിൻ്റെ സമയത്ത് ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഓയിൽ ആസിഡ് ഉപയോഗിച്ചു. അതിലൂടെ ഒരു ആക്സിഡൻറ്റിലൂടെയാണ് പുള്ളിക്കാരിയുടെ വോയിസിന് ഡാമേജ് സംഭവിച്ചത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് വോക്കൽ കോർഡ്സാണ് ഡാമേജ് ചെയ്തത്. അതായത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്കാറിങ് സംഭവിച്ചു, വിച്ച് ലെഡ് ടു പെർമനൻറ്റ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ്. അതുകൊണ്ടാണ് പുള്ളിക്കാരുടെ വോയിസ് ക്വാളിറ്റി ഹോസ് വോയിസ് എന്നുള്ള രീതിയിലായത്. ഈവൻ ദോ അതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇവൻ്റ് ആണെങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ ആ ഒരു വോയിസ് ക്വാളിറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്തതായിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നുണ്ട്.